നമുക്ക് വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ വലിയ ചൂടാണ്. ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ ഉറ്റി വീഴാറുണ്ട്. ഒരു വെയിലുള്ള സമയത്ത് നട്ടുച്ച നേരത്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒരേ സമയം നിൽക്കുമ്പോൾ വെയില് കൊണ്ട് വല്ലാത്ത വെയില് എന്ന് പറഞ്ഞ് തണലുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ മാറാറുണ്ട്. സൂര്യൻ നിലവിൽ ഉള്ളത് ശാസ്ത്രത്തിന്റെ പഠനമനുസരിച്ച് 15 കോടി കിലോമീറ്ററുകൾ മുകളിലാണ് സൂര്യനുള്ളത്. എന്നിട്ടും സൂര്യന്റെ വെയില് നമുക്കൊരു മണിക്കൂർ സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാനുള്ള ആ നാളെ എന്ന ദിവസം യൗമുൽ ഖിയാമയിൽ ആ 15 കിലോമീറ്ററുകൾ മുകളിലുള്ള സൂര്യൻ അള്ളാഹു നമ്മുടെ തൊട്ടു മുകളിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമ്മൾ കാണാൻ ആഗ്രഹിച്ചവരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ചവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാള് വരെ ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യരെയും മരണപ്പെട്ടു പോയവരെയും എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സമയം എല്ലാവരും സൂര്യന്റെ വെയില് കൊണ്ട് തൊട്ടുമുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യന്റെ വെയില് കൊണ്ട് ആ വിയർപ്പിന്റെ അളവുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴുത്തറ്റം മുങ്ങിയവരുണ്ടാവും, നെഞ്ഞറ്റം മുങ്ങിയവരുണ്ടാവും, വിയർപ്പിൽ പൂർണ്ണമായി മുങ്ങിയവരുണ്ടാകും. ആ സമയത്ത് സ്വന്തം ഉമ്മാക്കും സ്വന്തം ഉപ്പാക്കും ഭാര്യ മക്കൾക്കും ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത എല്ലാവരും സ്വന്തം അവസ്ഥ ആലോചിച്ച് പേടിച്ച് വിറച്ച് നിലവിളിച്ച് ബേജാറായി വിഷമത്തോടുകൂടെ തല താഴ്ത്തി നിൽക്കുന്ന ആ സമയത്ത് ഒരേ ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തല ഉയർത്തി പിടിച്ചിങ്ങനെ നിൽക്കും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുകളിൽ അർശിന്റെ തണലിങ്ങനെ സുന്ദരമായി വിരിഞ്ഞു നിൽക്കും. അവിടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരെ, ഹബീബിനെ വല്ലാതെ മഹബത്ത് വെച്ചവരെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കും, അർശിന്റെ തണലിലേക്ക് ക്ഷണിക്കും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് വല്ലാതെ സ്നേഹിച്ചവർക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മധു നുകരാനുള്ള ഭാഗ്യം ലഭിക്കും. ആ സമയത്തെ കുറിച്ചുള്ള ചെറിയൊരു വരി ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹസനമാൽ വിളിച്ചിടും യാ സയ്യിദി, വ്യതകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. വികലമാണി ജീവിതം യാ സയ്യിദി, വികലമാണി ജീവിതം യാ സയ്യിദി. വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി, വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി. വ്യസനമാൽ വിളിച്ചിടും യാ സയ്യിദി, വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. തിന്മയിൽ മുങ്ങി കുളിച്ചോ ഞാൻ നന്മ തൻ സങ്കേതമേ കേട്ടുന്നു ഞാൻ. തിന്മയിൽ മുങ്ങി കുളിച്ചോ ഞാൻ നന്മ തൻ സങ്കേതമേ കേട്ടുന്നു ഞാൻ. കണ്ണടയും കുമ്പിറൗള കണ്ടിടാൻ, കണ്ണടയും കുമ്പിറൗള കണ്ടിടാൻ, കൺകുളിർക്കാൻ മോഹമുള്ളോ ഞാൻ. കൺകുളിർക്കാൻ മോഹമുള്ളോ ഞാൻ.
വ്യസനമാൽ പീഡിച്ചിടും യാ സയ്യിദി വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി മഹ്ശറയിലൊരിക്കൽ ഞാൻ വരൂ പേടിയാൽ ശഫാഅത്തിനായി കേണിടൂ മഹ്ശറയിലൊരിക്കൽ ഞാൻ വരൂ പേടിയാൽ ശഫാഅത്തിനായി കേണിടൂ പാപിയെ താടണിടല്ലേ രക്ഷകാ പാപിയെ താടണിടല്ലേ രക്ഷകാ പാപിയെ താടണിടല്ലേ രക്ഷകാ തടയുകിൽ ആരുണ്ടെനിക്ക് മോചക തടയുകിൽ ആരുണ്ടെനിക്ക് മോചക വ്യസനമാൽ പീഡിച്ചിടും യാ സയ്യിദി വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി ദാഹമാൽ വലഞ്ഞൊരിക്കൽ ഞാൻ വരൂ പേടിയാൽ ശഫാഅത്തിനായി കേണിടൂ ദാഹമാൽ വലഞ്ഞൊരിക്കൽ ഞാൻ വരൂ പേടിയാൽ ശഫാഅത്തിനായി കേണിടൂ തട്ടുമോയ സയ്യിദി അന്നൻ കരം തട്ടുമോയ സയ്യിദി അന്നൻ കരം തട്ടിയാൽ വിഫലമാണി ജീവിതം തട്ടിയാൽ വിഫലമാണി ജീവിതം വ്യസനമാൽ വീണിച്ചിടും യാ സയ്യിദി വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി വികലമാണി ജീവിതം യാ സയ്യിദി വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി വഴിപിഴക്കും നേരമിൽ ഖുദ് ബിയദി സല്ലു വസല്ലിമു അലാ ഖൈരിൽ ബശർ اللهم صل وسلم وبارك عليه بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മനോഹരമായ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി